നമസ്കാരം. എൻ്റെ പേര് അരുണാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ആറ്റുകാൽ കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് എൻഫോഴ്സ് K9 എന്ന് പറയുന്ന ഡോഗ്സിൻ്റെ ട്രെയിനിങ് സ്കൂളാണ് നടത്തുന്നത്. 9 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഞാനുണ്ട്. ഇവിടെ ട്രെയിനിങ് സ്കൂൾ എൻഫോഴ്സ് K9 എന്ന് പറയുന്ന ട്രെയിനിങ് സ്കൂൾ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഞാൻ ഈ ട്രെയിനിങ് സ്കൂളിൽ, അതായത് ഡോഗ്സിനെ പഠിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ എനിക്ക് ഡോഗ്സുകൾ കുഞ്ഞുനാളിലെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ പഠിപ്പിക്കുക, ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഡോഗിനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ട്രെയിനിങ് പഠിക്കാൻ പോയതാണ്. അതിന് ശേഷം അതിനോടുള്ളൊരു ഇഷ്ടം തോന്നി. പിന്നെ ഇതൊരു പ്രൊഫഷണലായിട്ടൊരു ഫീൽഡായിട്ട് ഞാനിപ്പം ചെയ്യുന്നുണ്ട്. സിനിമകൾ കാര്യങ്ങളൊക്കെയാണ് ഡോഗ്സിനെ ഇപ്പം കൊടുക്കുന്നത്. നമ്മളൊരു ഡോഗിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പല ആവശ്യക്കാരും കാണും. അപ്പോൾ നമ്മളൊരു ഡോഗിനെ വാങ്ങിയാൽ ഫസ്റ്റ് നമ്മൾ അവനെ ബേസിക് ആയിട്ടുള്ള ഹൗസ് ഒബീഡിയൻസ് ക്ലാസ് നമ്മൾ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഡോഗിന് മനസ്സിലാകണം, ഡോഗ് പറയുന്നത് എനിക്ക് മനസ്സിലാകണം. അതാണ് ബേസിക് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ പല ആൾക്കാരും ഡോഗിനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അവർ വാങ്ങിക്കുമ്പം പലപ്പോഴായിട്ടും ഡോഗിനെ എങ്ങനെ വളർത്തണം എന്നുള്ളതിൻ്റെ അതായ രീതികളും, ടോയ്ലറ്റ് ട്രെയിനിങ്ങും, അതുപോലെ തന്നെ ലീഷ് പുള്ളിങ്, ദേഹത്ത് ചാടി കയറുന്നു, അതുപോലെ ആളെ കണ്ട കുരയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ രീതികളൊക്കെ നമ്മളടുത്ത് ചോദിക്കുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ, രീതിയിലുള്ള ട്രെയിനിങ് ബേസിക്കായിട്ട് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കും. എനിക്ക് ബെൽജിയം മെലനോവ, അതായത് ബെൽജിയം മെലനോവ എന്നാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രൊനൗൺസിയേഷൻ. പക്ഷേ നമ്മളിവിടെ എല്ലാവരും ബെൽജിയം മെലനോയ്സ് എന്ന് നോർമലി പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ബെൽജിയം മെലനോവ ഈ ബ്രീഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് വാങ്ങിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ടും, ശരിക്കും പറഞ്ഞാൽ കുറച്ച് കടം വാങ്ങിയും പൈസ കൂട്ടിയും ഒക്കെയാണ് ഞാനിവളെ സ്വന്തമാക്കിയത്. ഏകദേശം 1 ലക്ഷം രൂപയോളം ആയി ആ സമയത്ത്. അപ്പോൾ കാരണം ഏറ്റവും നല്ല വർക്കിംഗ് ഡോഗാണ്. അതുപോലെ പഠിപ്പിക്കാനൊക്കെ നല്ല ഒരു നമുക്ക് ഇൻട്രസ്റ്റാണ്, പഠിപ്പിക്കാൻ നല്ല രസമാണ്, നല്ല ഫയറായിട്ട് ഡോഗ് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവളുടെ പേര് അരീക്ക എന്നാണ്. ഇവളെ ഞാൻ വാങ്ങിയതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിയാനയിൽ നിന്നാണ്. നമ്മുടെ ഒരു സുഹൃത്താണ് ആദ്യം ഇതിനെ വാങ്ങിയത്. അപ്പോൾ പുള്ളിക്ക് പിന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ലെന്നായപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ലൈനേജ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ലൈനേജാണ്. ഇതിൻ്റെ ഫാദറും മദറും ഒക്കെ എന്ന് പറയുമ്പോൾ വളരെ നല്ല പേരുകേട്ട ചാമ്പ്യനും ഒബീഡിയൻസ് ഷോയിലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഡോഗ്സാണ്. അപ്പോൾ ആ ഒരു ലൈനേജ് വെച്ചാണ് ഞാനിവിടെ എടുക്കാനുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു കളറും കൂടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഈ അടുത്തിറങ്ങിയ എന്നാ താൻ കേസുകളെന്ന് പറയുന്ന സിനിമയിൽ കടിക്കുന്ന ഡോഗ്സിൽ ഒരാൾ ഇവളാണ്. അതുപോലെ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഹിന്ദിയിലെ നെറ്റ്ഫ്ലിക്സിൻ്റെ കമ്പനിയുടെ തന്നെ സൂപ്പ് എന്ന് പറയുന്ന വെബ് സീരീസ്, അതിൽ നാസർ സാറിൻ്റെ കൂടെ ബീഗം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഇവളാണ്. പിന്നെ ഒരുപാട് രജനി ഫാൻസ് എന്ന് പറയുന്ന ഫിലിമിൽ ചേസിങ്ങും, പിന്നെ ഒരുപാട് സിനിമകളിൽ ചേസിങ് ആയിട്ട് കടിക്കാൻ പോവുക, ഓട്ടിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചാക്കോച്ചൻ സാർ വന്നിട്ട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ആദ്യം ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ പുള്ളി ഇത്തിരി പേടിക്കുമെന്നാണ്. പക്ഷേ ആ ഒരു രീതിയൊന്നുമില്ല, വളരെ കൂളായിട്ട് തന്നെയാണ് ചെയ്തതും. ഇതിൽ ജസ്റ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വയ്ക്കുന്ന ആ പാഡ് മാത്രമാണ് അതിൽ പുള്ളി സേഫ്റ്റിക്കായിട്ട് വെച്ചിട്ട്, വേറെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇവിടെ സംബന്ധിച്ച് ലൈവായിട്ട് കടിക്കാനായിട്ടുള്ള ആ ഒരു ഇതുള്ള ഡോഗാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പുള്ളി ആ ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കും കുറച്ച് ടെൻഷനായിരുന്നു. കാരണം ഇത്രയും ആ രീതിയിലുള്ള ഒരാളുടെ കൂടെ ഇവൾ എങ്ങനെ പെരുമാറും എന്നുള്ളൊരിത്. പക്ഷേ എന്നിരുന്നാലും പുള്ളി ആ ഒരു നല്ല രീതിക്കാണ് ശരിക്കും പറഞ്ഞാൽ കെയർ ചെയ്തതും ഡീല് ചെയ്തത്. അല്ല, ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, ജസ്റ്റ് ഒന്ന് കടിക്കുക കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സിനിമയും കാര്യങ്ങളും കണ്ടു, അതിൻ്റെ കാര്യങ്ങളൊക്കെ കഥയും മനസ്സിലായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കുള്ള ആ ഒരു പ്രാധാന്യത ഞാൻ അതിൽ മനസ്സിലാക്കിയത്. ഇവിടെ വന്നതിന് ശേഷമാണ് ട്രെയിനിങ് കാര്യങ്ങളും ചെയ്തത്. എനിക്ക് ആദ്യം ബെൽജിയം മെലനോവ എന്ന് പറയുന്ന ബ്രീഡെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിപ്പിക്കാനൊക്കെ പലരും പഠിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്കതുപോലെ വാങ്ങിക്കണം, പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വാങ്ങിക്കാനുള്ള കാര്യം. വാങ്ങിക്കൊണ്ട് വന്നു. ആദ്യത്തെ കുറച്ച് നാളൊക്കെ കുറച്ച് ടെൻഷനായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പഠിച്ച് വരാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രത്തോളം നമ്മൾ പറയുന്നത് മനസ്സിലാക്കുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൂടെ ആ ഒരു ട്രാക്കിൽ ശരിക്കും പറഞ്ഞാൽ വന്നത്. ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്, ഡൗൺ, ഗെറ്റ് അപ്പ്, സിറ്റ്, നോ ഗെറ്റ് അപ്പ്, സിറ്റ്, ഗെറ്റ് അപ്പ്, ഡൗൺ, ഗെറ്റ് അപ്പ്, down, get up, yes. ഇവക്ക് രാവിലെ നമ്മൾ ഡ്രൈ ഫുഡ്, പിന്നെ ഒരു നേരം ഫിഷ്, വെജിറ്റബിൾ, റൈസ് ആണ് കൊടുക്കുന്നത്. പിന്നെ പ്ലസ് നമ്മൾ സപ്ലിമെൻറ്റ്സുകൾ കൊടുക്കും.
അതായത് വേൾഡിലെ തന്നെ നമ്പർ 1 വർക്കിംഗ് ഡോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഫോറിൻ കൺട്രീസിലും അതുപോലെ US-ലെല്ലാം യൂസ് ചെയ്യുന്നത്, അവരുടെ ആർമിയിൽ ഫോഴ്സിലെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ബ്രീഡാണ്. ഇവരുടെ പ്രത്യേകത ഏറ്റവും കൂടുതലും ബൈറ്റ് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുപോലെ ഇവർക്ക് ഒന്നിനോടും പേടിയില്ല. അപ്പം ചെയ്യുന്ന ജോലി ഭയങ്കര ആത്മാർത്ഥമായിട്ടും ഭയങ്കര ആ ഒരു എനർജി ആയിട്ടും ചെയ്യുന്നതാണ് ഈ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ തന്നെ നമ്മുടെ ഡോഗ് എന്ന് പറയുമ്പോഴും ഇവർക്ക് പല സ്ഥലത്തും പോകുമ്പോൾ ട്രെയിൻ ചെയ്യുമ്പോൾ പോകുന്നു, വീഴുന്നു, ഇടിക്കുന്നു, അതൊന്നും ഇവർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇവർക്കെന്ന് പറയുന്നത് അവരുടെ ആ ലക്ഷ്യം വിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. പൊതുവേ ആർക്കും ഈ ബ്രീഡ് അറിയത്തില്ലായിരുന്നു. പക്ഷേ ബില്ലാദിനെ പിടിച്ചു എന്നുള്ള ഒരു ഇതിൽ വെച്ച് പ്രത്യേകിച്ചും ഈ ബ്രീഡ് ഏതാണെന്ന് എല്ലാവരും സെർച്ച് ചെയ്യാനും കാര്യങ്ങളും തുടങ്ങി. അങ്ങനെയാണ് ഈ ഡോഗിനെ പറ്റി എല്ലാവരും അറിയാൻ തുടങ്ങിയതും. നമ്മുടെ കേരള പോലീസിൽ ഇപ്പോൾ ഏകദേശം ഒരു 8-10ഓളം നായ്ക്കളെ ഈ ബ്രീഡ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഈ ഷൂട്ടിങ്ങിന് പോയിരുന്നാലും എവിടെ പോയിരുന്നാലും ഞാനും എൻ്റെ ഡോഗും ഒന്നിച്ചാണ് എവിടെ പോയാലും നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലും ഇവരെ മാറ്റി നിർത്തുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവർ എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മളോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും കാണുമ്പോൾ ശരിക്കും നമ്മളറിയാതെ തന്നെ ഇവരുടെ അടുത്തൊരു അറ്റാച്ച്മെൻറ്റ് വന്നു പോകുന്നതാണ്. ഇവള് ശരിക്കും പറഞ്ഞാൽ മേറ്റിങ് ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല, ഇതുവരെയായിട്ടും പ്രസവിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓരോ സമയത്തും അതിന് റെസ്റ്റോ കാര്യങ്ങളോ നമ്മൾ കൊടുക്കണം മേറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ വരികയോ വർക്ക് നമ്മൾ ഡോഗ്സിൻ്റെ ഷോ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ബ്രീഡിങ് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല. Come jump, go 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 jump. എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലും സിനിമകളിലും കാര്യങ്ങളിലും നമ്മളെ ഡോഗ്സിനെ ഒന്ന് കൊടുക്കുക, ട്രെയിൻ ചെയ്ത് കൊടുക്കുക, ഒരു നല്ല രീതിയിൽ ഉള്ളൊരു ഈ സ്കൂളൊന്ന് നല്ല രീതിക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അല്ല, ഇതിൽ നമ്മൾ മെയിനായിട്ടും ഒരു ഡോഗിനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഡോഗിനെ വാങ്ങിക്കുമ്പോൾ നമുക്കുള്ള സ്ഥലപരിമിതി, നമുക്ക് വീട് വളരെ ചെറിയ വീടും ഡോഗിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു TV-യിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലോ കിടക്കുന്ന ഒരു ഡോഗ് സെയിൻറ്റ് ബെർണാർഡാകും. നമുക്ക് കാണുമ്പോൾ അവർ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നമുക്കതുപോലെ വാങ്ങിക്കണം, വളർത്തണം എന്നുള്ളൊരു ചിന്ത കാണും. പക്ഷേ നമുക്കുണ്ടാകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെറും 2 സെൻറ്റായിരിക്കും, 3 സെൻറ്റായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ വേസ്റ്റ് കളയാൻ സ്ഥലം കാണില്ല, ചില മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആരും നമ്മൾ പോയി എന്ത് ചെയ്താൽ ഡോഗിനെ വാങ്ങിക്കാനായിട്ട് ആദ്യം പാടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം മനസ്സിലാക്കി ഒരു സ്മോൾ ബ്രീഡ് ഇപ്പം ബീഗിളിനെ വാങ്ങിച്ച് നമുക്ക് വളർത്താൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ പറ്റും. ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വലിയ ബ്രീഡ് വളർത്താൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയ സ്മോൾ ബ്രീഡ് ടൈപ്പിനെ വാങ്ങിച്ച് നമുക്ക് വളർത്താം. അപ്പോൾ അതിന് മെയിൻ്റെനൻസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം, അതിനെ എങ്ങനെ വളർത്തണം, പരിചരിക്കണമെന്നും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ പലരും ഡോഗിനെ വാങ്ങിയിട്ട് അവസാനം നമുക്ക് നോക്കാനോ കാര്യങ്ങളോ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനെ തെരുവിൽ ഉപേക്ഷിക്കുന്ന സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡോഗിനെ വളർത്തും മുമ്പേ അല്ലെങ്കിൽ വാങ്ങിക്കും മുമ്പേ ആ ഡോഗിനെ നമ്മൾ എങ്ങനെ നോക്കണം, എങ്ങനെ വളർത്തണം എന്നുള്ളതും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കാത്തൊരു ഡോഗിനെ വാങ്ങിക്കുന്നു, നമ്മൾ കയ്യിൽ നിൽക്കാതെ വരുമ്പോൾ നമ്മൾ കൊണ്ട് പുറത്ത് ഉപേക്ഷിക്കുന്നു. ആ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ജീവിയാണ്, പല അസുഖങ്ങൾ വരും, പിന്നെ അത് ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ അതിനെ അതാണ് മെയിനായിട്ടും ഈ പ്രശ്നങ്ങളും ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഈ നോർമലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നാടൻ പലരെയും ആക്രമിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ അത് കൂടുതലും നമ്മൾ വന്ധീകരണവും കാര്യങ്ങളായിട്ട് നോക്കിയിട്ട് ഒരു ലിമിറ്റേഷൻ, ഒരു ഡോഗ് ഒരു ഏരിയയിൽ കിടക്കുന്നതിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മുടെ കയ്യിൽ നാടൻ മുതൽ എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11 ബ്രീഡ് വരെ നമ്മുടെ കയ്യിൽ ഉണ്ട്. കാരണം ഇവരെല്ലാവരും ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയാണ്. സാധാരണ ചിലപ്പം ചന്തയിൽ കിടക്കുന്ന ഡോഗായിട്ടും അങ്ങനെയൊക്കെ ചില സിറ്റുവേഷനിൽ ചില ക്യാരക്ടർ ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു ടൈപ്പ് ഡോഗ് അപ്പോൾ നാടനായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നാടൻ ടൈപ്പ് ഡോഗിനെ നമ്മൾ കൊടുക്കും. ചിലപ്പോൾ അതല്ല, ഇപ്പം നല്ല കടിക്കുന്ന ഡോഗാണ്, ഭയങ്കര പ്രശ്നമുള്ള ആ ഒരു ടൈപ്പ് വേണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഡോഗിനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എല്ലാ ടൈപ്പും നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടി. നാടനും നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, നല്ല ഡോഗാണ്, അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവരുടെ ബ്ലഡ് ലൈൻ നമ്മൾ നോക്കുമ്പോൾ അവർ പൊതുവേ
ഓപ്പൺ സ്പേസിൽ ഫ്രീ ആയിട്ട് കിടന്ന് വളർന്ന ഡോഗാണ്. അപ്പോൾ അവരെ ഒരിക്കലും കൂട്ടിനകത്ത് കിടക്കാൻ അവർ താല്പര്യപ്പെടില്ല. അവർക്ക് എപ്പോഴും അവരുടെ ബ്ലഡ് ലൈൻ എന്ന് പറയുമ്പം അവരുടെ അച്ഛനും അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ പുറത്ത് കിടന്ന് ഫ്രീ ആയിട്ട് കിടന്ന് വളർന്ന് അലഞ്ഞ് തിരിഞ്ഞ് കഴിച്ച് ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരിടത്ത് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പല്ല. അപ്പോൾ ഇവരെ നമ്മൾ കൂട്ടിനകത്ത് അടച്ചിടുക എന്ന് പറയുമ്പോൾ എപ്പോഴും വിളിയും കരച്ചിലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവരെ എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ ഒരു കൂട്ടിനകത്ത് അടച്ച് ഇട്ട് ഒരു നാടനെ വളർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ കുരയും മോങ്ങലൊക്കെ കുറച്ച് പ്രത്യേകത വ്യത്യസ്തമാണ്. ഈ ഒരു ജോലി എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ജോലി ആയിരുന്നാലും അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവും. അതുപോലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നത്തുമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടം ഡോഗിൻ്റെ കൂടെ തന്നെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇഷ്ടവും. നമ്മളുടെ ആ ഒരു സമയം പോകുന്നതും അറിയില്ല. പക്ഷേ ലൈഫിൽ അതൊരു പാർട്ടായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഒരു നമ്മൾ എല്ലാവരും പറയുമ്പോൾ ഒരു ലഹരി എന്ന് പറയുന്നത് പോലെ നമുക്ക് ഡോഗ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രത്യേകത തന്നെയാണ്.